നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ലോകത്തിന് ഭീഷണിയായി എറിൻ ചുഴലിക്കാറ്റ് ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പല മേഖലകളിലും അതുപോലെ തന്നെ അവിടെയുള്ള ദ്വീപുകളിലുമാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലോകത്തിന്റെ പല കോണുകളിലും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കൂടി മേഘവിസ്ഫോടനം മൂലം ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലടക്കം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും മരണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുക്കത്തിലാണ് രാജ്യം. ഇവിടെ കേരളത്തിലാണെങ്കിലും മഴ മുന്നറിയിപ്പും അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രളയ സാധ്യത മുന്നറിയിപ്പും പലപ്പോഴായിട്ട് തരാറുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയും പല രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആ രാജ്യത്തെയും വേട്ടയാടുകയാണ്. ഏതായാലും ഇപ്പോൾ എറിൻ ചുഴലിക്കാറ്റാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഞായറാഴ്ചയോടെ എറിൻ കാറ്റഗറി 2-ൽ നിന്ന് കാറ്റഗറി 4-ലേക്ക് ശക്തിയിലേക്ക് എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപകടകരമായ കടൽക്ഷോഭവും വ്യാപകമായ വെള്ളപ്പൊക്കവുമാണ് കൊടുങ്കാറ്റ് ഭീഷണി നേരിടുന്ന മേഖലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതിതീവ്ര കാലാവസ്ഥ യൂറോപ്പിന്റെ ഉറക്കം കെടുത്തുമ്പോൾ UK-യിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയർന്നേക്കാമെന്ന റിപ്പോർട്ടുകളും വരുന്നു. WX ചാർട്ട്സിന്റെ കാലാവസ്ഥാ ഭൂപടം കാണിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഇംഗ്ലണ്ടിലെ മിക്ക പ്രദേശങ്ങളിലും താപനില 20-ന് മേൽ പോകുമെന്നാണ്. ലണ്ടൻ, ബർമിംഗ്ഹാം പോലുള്ള പ്രധാന നഗരങ്ങളിൽ താപനില 28-നും 29 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായി തുടരും. വെയിൽസിൽ ചൂട് താരതമ്യേന കുറവായിരിക്കും. അതിനിടെ സ്പെയിനിലും പോർച്ചുഗലും ചൂടിൽ വെന്തുരുകയാണ്. ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം പോലും സ്പെയിനിൽ ഉണ്ടായിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളാണ് അവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പോർച്ചുഗലാണെങ്കിൽ കാട്ടുതീ നിയന്ത്രണ വിധേയമാകാതെ ആളിപ്പടരുകയാണ്. ബ്രിട്ടനിൽ എഡിൻബർഗ്, ഗ്ലാസ്ഗോ, അബർഡീൻ തുടങ്ങിയ നഗരങ്ങളിലും താപനില 20 ഡിഗ്രിക്ക് മേൽ ഉയർന്നിരിക്കുന്നു. ബ്രിട്ടന് മുകളിൽ ഉരുണ്ടുകൂടിയ ഉന്നത മർദ്ദമാണ് ഇതിന് കാരണം. ഈ സ്ഥിതി ഓഗസ്റ്റ് 22 മുതൽ 31 വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. എറിൻ കൊടുങ്കാറ്റ് UK-യിൽ വ്യാപകമായി മഴയ്ക്ക് കാരണമായേക്കാം എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. അമേരിക്കയിൽ നോർത്ത് കരോലിനയുടെ പല ഭാഗങ്ങളിലും എറിൻ കൊടുങ്കാറ്റിനെതിരെ മുൻകരുതൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അപകടം നിറഞ്ഞ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന മുൻകരുതൽ നടപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔട്ടർ ബാങ്കിലെ തീരപ്രദേശങ്ങളിലും 20 അടി ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഇന്നലെ 38,000 പ്രദേശവാസികളെയാണ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 4-ാം കാറ്റഗറിയിലേക്ക് കടന്ന എറിൻ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലും കനത്ത നാശം വിതച്ചേക്കാമെന്ന ആശങ്കയുണ്ട്. പ്രവചന മോഡലുകളുടെ ഒരു സ്പാഗറ്റി മാപ്പ് കൊടുങ്കാറ്റ് കരീബിയൻ ദ്വീപുകളിലേക്ക് നീങ്ങുന്നതും US കിഴക്കൻ തീരത്ത് നിന്ന് വടക്കോട്ട് നീങ്ങുകയും വളയുകയും ചെയ്യുമ്പോൾ കടൽ തീരത്ത് അത് തുടരുന്നതും കാണിക്കുന്നുണ്ട്. അറ്റ്ലാന്റിക്കിലെ ഒരു ഉയർന്ന മർദ്ദ സംവിധാനം എറിനെ US തീരത്ത് നിന്ന് അകറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതേസമയം തന്നെ മറ്റു ഒരു കാറ്റും തണുത്ത കാറ്റും ചുഴലിക്കാറ്റിന്റെ തീരത്തേക്ക് തള്ളിവിടുമെന്നും പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. എറിൻ നേരിട്ട് US-ൽ ആഞ്ഞടിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ കിഴക്കൻ കടൽ തീരത്തുള്ള തീരപ്രദേശങ്ങളിൽ അടുത്ത കുറച്ചു ദിവസങ്ങളിൽ അപകടകരമായ റിപ്പ് കറന്റുകളും 20 അടിയിൽ കൂടുതൽ ഉയർന്ന തിരമാലകളും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ പ്രക്ഷുബ്ധമായ സമുദ്ര സാഹചര്യങ്ങൾ ജീവൻ അപകടപ്പെടുത്തുന്ന സർഫ് റിപ്പ് കറന്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റ് കേന്ദ്രം ഇത് മുന്നറിയിപ്പ് കൃത്യമായിട്ട് അവിടെയുള്ള പ്രദേശവാസികൾക്കും നൽകിയിട്ടുണ്ട്. കൊടുങ്കാറ്റ് കാരണമുണ്ടായ മഴ ഇതിനോടകം തന്നെ തെക്ക് കിഴക്കൻ ബഹാമസ്, ടർക്കസ്, കൈക്കോസ് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ആൻഗുല, സെന്റ് മാർട്ടിൻ, സെന്റ് ബാർത്തലമി, സാബ, സെന്റ് യൂസ്റ്റേഷ്യസ്, സിന്റ് മാർട്ടിൻ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഉഷ്ണമേഖല കൊടുങ്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. എറിന്റെ ബാക്കി പത്രം ഈ വാരാന്ത്യത്തോടെ UK-യിൽ എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ കനത്ത മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടും. തുർക്കികൾ, കൈക്കോസ്, തെക്കുകിഴക്കൻ ബഹാമസ് എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്യൂർട്ടോ റിക്കോയിലും വിർജിൻ ദ്വീപുകളിലും 4 ഇഞ്ച് വരെയും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ 6 ഇഞ്ച് വരെയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മണിക്കൂറിൽ 50 മൈൽ വേഗതയിൽ വീശുന്ന കാറ്റും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും ഈ മേഖലകളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ബഹാമസിലും അമേരിക്കയുടെ കിഴക്കൻ തീരത്തും എറിന്റെ നേരിട്ടുള്ള ആഘാതങ്ങളുടെ സാധ്യത ക്രമേണ കുറയുന്നതായി തോന്നുന്നുണ്ടെങ്കിലും അപകടകരമായ തിരമാലകളും ശക്തമായ കടൽ പ്രവാഹങ്ങളും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാത്രി 11 മണിക്കുള്ള നിർദ്ദേശപ്രകാരം എറിൻ ആംഗുലയിൽ നിന്ന് ഏകദേശം 450 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്തിരുന്നു. മണിക്കൂറിൽ 27 കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കൊടുങ്കാറ്റ് നീങ്ങുന്നത്.
എറിൻ ചുഴലിക്കാറ്റ് ഒടുവിൽ വടക്ക് കിഴക്കായി ഒരു തിരിവെടുക്കുമെന്നും അമേരിക്കയ്ക്കും ബെർമുഡയ്ക്കും ഇടയിൽ ട്രാക്ക് ചെയ്യുമെന്നും ചുഴലിക്കാറ്റ് സ്പെഷ്യലിസ്റ്റ് മൈക്കൽ ലോറി പറഞ്ഞു. ഇപ്പോഴും ബ്രിട്ടനിൽ നിന്ന് 3000 മൈൽ അകലെയുള്ള എറിൻ ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ശക്തമായ കാറ്റോടെ എത്താനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. യുകെയുടെ തെക്കൻ പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുമായിരിക്കും ഇതിന്റെ ഭീകരത കൂടുതൽ ദൃശ്യമാവുക. വടക്ക് കിഴക്കൻ സ്കോട്ട്ലാൻഡിൽ പേമാരിക്കെതിരെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2 മണിക്കൂറിൽ കാലയളവിൽ 70 കിലോമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. നോർത്തേൺ അയർലാൻഡിലും മുന്നറിയിപ്പ് നിലനിൽക്കും. ഇവിടെ 50 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യതയുള്ളത്. സ്കോട്ട്ലാൻഡിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നിലവിലുണ്ട്. ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പും മെറ്റ് ഓഫീസ് നൽകിയിട്ടുണ്ട്. ലണ്ടനിലും കെന്റിലും നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. അറ്റ്ലാന്റിക് സീസണിലെ ആദ്യത്തെ ചുഴലിക്കാറ്റായ എറിൻ ഈ വാരാന്ത്യത്തിന്റെ അവസാനത്തോടെ കാറ്റഗറി 3 ശക്തിയിൽ എത്തുമെന്നും പ്യൂർട്ടോ റിക്കോയിൽ നിന്ന് ഏകദേശം 320 കിലോമീറ്റർ വടക്ക് കടന്നു പോകുമെന്നും പ്രതീക്ഷിക്കുന്നു. മുൻകരുതലായി സർക്കാർ 200-ലധികം ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിയെയും മറ്റു ഉദ്യോഗസ്ഥരെയും പ്യൂർട്ടോ റിക്കോയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ മുഴുവൻ പ്രദേശത്തും വെള്ളപ്പൊക്ക നിരീക്ഷണ പ്രാബല്യത്തിലുണ്ട്. 367 ഷെൽട്ടറുകൾ പരിശോധിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ തുറക്കാമെന്നും പ്യൂർട്ടോ റിക്കോ ഹൌസിംഗ് സെക്രട്ടറി അറിയിച്ചു. മുൻകൂർ അനുമതിയില്ലാതെ മിക്ക കപ്പലുകൾക്കും പ്രവേശിക്കുന്നതിനായി അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് പ്യൂർട്ടോ റിക്കോയിൽ 6 തുറമുഖങ്ങളും വിർജിൻ ദ്വീപുകളിലെ 2 തുറമുഖങ്ങളും ഇതിനകം അടച്ചിട്ടുണ്ട്. ബഹാമസിൽ ഉദ്യോഗസ്ഥർ പൊതു ഷെൽട്ടറുകൾ തയ്യാറാക്കുകയും കൊടുങ്കാറ്റിൽ പുരോഗതി സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ താമസക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊടുങ്കാറ്റ് വളരെ ഗുരുതരമാണ്. പെട്ടെന്നുള്ള ചലനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധിക്കും. രാജ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർമാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് അടുത്ത ആഴ്ച അപകടകരമായ സർഫ് ആൻഡ് റിപ്പ് പ്രവാഹങ്ങൾ ഉണ്ടാകുമെന്ന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നോർത്ത് കരോലിനയുടെ ചില ഭാഗങ്ങളിലും തിരമാലകൾ 15 അടി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും ഇത് ബീച്ച് മണ്ണൊലിപ്പിന് കാരണമാകുമെന്നും അറിയിച്ചു. ജൂൺ 1 മുതൽ നവംബർ 30 വരെയാണ് അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് സീസൺ. എറിൻ ഈ വർഷത്തെ 5ാമത്തെ കൊടുങ്കാറ്റാണ്. അസാധാരണമാവിധം സജീവമായ ഒരു സീസൺ ആയിരിക്കുമെന്നും പ്രവാചകർ പറയുന്നു. ഈ വർഷം 13 മുതൽ 18 വരെ പേരുള്ള കൊടുങ്കാറ്റുകൾ NOAA പ്രവചിക്കുന്നു. അതിൽ 5 മുതൽ 9 വരെ ചുഴലിക്കാറ്റുകളായി മാറുന്നു. അവയിൽ 3 മുതൽ 5 വരെ പ്രധാന നിലയിലെത്താൻ സാധ്യതയുണ്ട്. എറിന്റെ സഞ്ചാരപഥവും തീവ്രതയും സംബന്ധിച്ച് പുതിയ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ലോകം. നോർത്ത് കരോലിനയിൽ ഡെയർ കൗണ്ടി അടിയന്തരാവസ്ഥയും സംസ്ഥാനത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തടസ്സ ദ്വീപായ ഹാറ്ററസ് ദ്വീപിൽ നിർബന്ധിത ഒഴിപ്പിക്കലും പ്രഖ്യാപിച്ചു. ലൂമ എനർജിയുടെ കണക്കനുസരിച്ച് പ്യൂർട്ടോ റിക്കോയിലെ ഏകദേശം 1,47,000 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ഏതായാലും തിങ്കളാഴ്ച പുലർച്ചെയോടെ 96.3% ഉപഭോക്താക്കൾക്ക് വീണ്ടും വൈദ്യുതി സേവനം ലഭിച്ചതായി ദ്വീപിന്റെ വൈദ്യുതി കമ്പനി അറിയിച്ചിട്ടുണ്ട്.